ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു ആംബ്രാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. അപ്പോൾ കമ്പനിയിൽ കണ്ടപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ആംബ്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. കുറേ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, കുറേ ആൾക്കാർക്ക് അറിയാത്തുണ്ടാവും. നമ്മുടെ ഈ ആമ്പും അതേപോലെ നമ്മളെ ആമ്പിൻ്റെ കൂടെ കപ്പാസിറ്ററോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വെച്ചാൽ SMPS അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നമ്മൾ പവർ സപ്ലൈ കൊടുക്കാനുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ആമ്പും അതേപോലെ നമ്മൾ പവർ സപ്ലൈ കൊടുക്കാനുള്ള SMPSോ അല്ലാന്നുണ്ടെങ്കിൽ കപ്പാസിറ്ററോ വേറെ എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ട് അത് ഇരിക്കാനായിട്ട് ഒരു പ്ലേസ് ഉണ്ടാക്കി കൊടുക്കുക. അതായത് നമ്മൾ പ്ലൈവുഡിൻ്റെ കഷ്ണം ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ആംബ്രാക്ക് ഉണ്ടാക്കുന്നത്. പ്ലൈവുഡിൻ്റെ കഷ്ണത്തിൽ നമ്മൾ വൃത്തിക്ക് ആമ്പും അതേപോലെ ആമ്പിൻ്റെ കൂടെ എന്തെങ്കിലും വേറെ കമ്പോണൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല വൃത്തിക്ക് വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ സബ് വൂഫർ ബോക്സിൻ്റെ മുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ വൃത്തിക്ക് സെറ്റപ്പ് ചെയ്ത് വെക്കുന്നതിനെയാണ് ഈ ആംബ്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചെറിയൊരു പ്ലൈവുഡിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഏകദേശം ഇതിനാവശ്യമുള്ള, അതായത് നമ്മുടെ കയ്യിലുള്ള ആമ്പും അതേപോലെ നമ്മുടെ SMPSും വെക്കാനുള്ള പാകത്തിനുള്ള ഏകദേശം ആ ഒരു സൈസാക്കിയിട്ട് ഞാൻ ഈ സാധനം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മളിന്ന് നമ്മുടെ ആമ്പും അതേപോലെ SMPSും സെറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ സംഭവം ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടൈയിടാൻ വേണ്ടിയിട്ട് നമ്മൾ 1-2 ഹോളുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടൈയിടാൻ വേണ്ടിയിട്ട്
അപ്പോൾ അതേ രീതിയിലാണ് നമ്മുടെ ആംബ്രാക്ക് വരുന്നത്. അപ്പോൾ ഞാൻ ആംബ്രാക്ക് ഉണ്ടാക്കിയിട്ട് ഫുള്ളായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വയറാന്ന് പറയുന്നത്, ഈ കിടക്കുന്ന വയറാന്ന് പറയുന്നത് നമ്മുടെ പവർ സപ്ലൈക്കും അതേപോലെ നമ്മുടെ സ്പീക്കർ ഔട്ട് കൊടുക്കാനുള്ളതാണ്. പിന്നെ എൻ്റെ സ്റ്റീരിയോൻ്റെ വയർ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മെയിനായിട്ട് ഈ നമ്മൾ ആംബ്രാക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ സബ് വൂഫറിൻ്റെ ബോക്സിൻ്റെ മുകളിലാണ് നമ്മുടെ ആംബ്രാക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനായിട്ടുള്ള ബുഷാണിത്, റബ്ബറിൻ്റെ ബുഷാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം റബ്ബറിൻ്റെ ബുഷ് ഉപയോഗിക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വൈബ്രേഷനും കാര്യങ്ങളും കൂടുതൽ നമ്മളെ ആംബ്രാക്കിൻ്റെ മുകളിലേക്ക് അടിക്കാതെ നമുക്കത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ സബ് വൂഫറിൻ്റെ ബോക്സ് വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കാൻ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഉണ്ടായിരുന്ന സബ് വൂഫറിൻ്റെ ബോക്സ് കംപ്ലൈൻ്റ് ആയി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ തൽക്കാലം ഞാൻ ഈ ഉണ്ടാക്കിയ സ്പീക്കർ ബോക്സിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് വെച്ച് കാണിച്ചു തരാം ഏത് രീതിയിലാണെന്ന്. അപ്പോൾ അതേ രീതിയിലാണ് നമ്മുടെ ആംബ്രാക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വരിക. അപ്പോൾ നമ്മുടെ ബോക്സ് കുറച്ച് വലുപ്പം ഇല്ലാത്ത കാരണം കൊണ്ടാണ് നമുക്കതൊരു കുറച്ച് അരോചകമായിട്ട് തോന്നുന്നത്. ബോക്സ് അത്യാവശ്യം വലുപ്പമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് സൈഡിലാണ് നമ്മൾ പിടിപ്പിക്കേണ്ടത്, ബോക്സിൻ്റെ സബ് വൂഫർ ബോക്സിൻ്റെ. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിക്ക് നമുക്ക് അത് കാണാൻ വേണ്ടി പറ്റും. അതിൽ നമ്മൾ ലെഗ് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഉണ്ടോ, അത് കാരണം ഇതേ രീതിയിലൊരു ഗ്യാപ്പ് എപ്പോഴും നമ്മളത് കീപ്പ് ചെയ്യണം. അപ്പോൾ അത് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റേണ്ടതാണ്. അപ്പോൾ അതുണ്ടോ ഇതേ രീതിയിൽ നമ്മൾ ഗ്രില്ല് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വൃത്തിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. താങ്ക് യു.